കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു, കുറച്ച് ദിവസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു, പിന്നെയും തുടങ്ങി. അപ്പോൾ എൻ്റെ സംശയം, റഷ്യ ഇപ്പോൾ പോളണ്ടിനെ നേരെ തിരിഞ്ഞിരിക്കുകയാണ്. എന്ത് ആവശ്യത്തിനാണ് പോളണ്ടിന് നേരെ ഇങ്ങനെ ഇത്തരത്തിലൊരു യുദ്ധവുമായിട്ട് റഷ്യ പോകുന്നത്? പോളണ്ടിനെ ആക്രമിക്കുന്നതിന്റെ കാരണം ഒറ്റ ഉത്തരേ ഉള്ളൂ. പോളണ്ട് നിലവിൽ നാറ്റോയിലെ ഏറ്റവും വലിയ സഖ്യരാജ്യങ്ങളിലൊന്നാണ്. അതാണ് പ്രധാന കാരണം. പക്ഷേ ഉക്രൈനിൽ നടത്തിയതിന് സമാനമായ സമ്പൂർണമായ ഒരു സൈനിക ഇടപെടൽ റഷ്യ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. കാര്യം അതിനുള്ള സമയമല്ല ഇപ്പോൾ റഷ്യക്ക്. കാര്യം ഉക്രൈനുമായിട്ട് നിലവിൽ നടക്കുന്ന 5 വർഷത്തിലേറെയായി നടക്കുന്ന യുദ്ധം, അതുമൂലം ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധി, ഉപരോധ ഭീഷണി നേരിടുന്നുണ്ട് റഷ്യ. അപ്പോൾ പല രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര തരത്തിലുള്ള ബന്ധം പോലും അറ്റുപോയൊരു അവസ്ഥയിലുണ്ട്. പിന്നെ സാമ്പത്തിക പ്രതിസന്ധി, അത്തരം കാര്യങ്ങളുള്ളപ്പോൾ മറ്റൊരു യുദ്ധം അല്ല റഷ്യ ആഗ്രഹിക്കുന്നത്. പക്ഷേ പോളണ്ടിൽ ഏതെങ്കിലും തരത്തിൽ സൈനികപരമായിട്ട് ഇടപെടാനായിട്ടുള്ള ശ്രമം നടത്തും എന്നാണ് വാർത്തകൾ വരുന്നത്. അതിലൂടെ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ, ഒരു സാമ്പിൾ നടത്തുക. പോളണ്ടിൽ കയറി എന്തെങ്കിലും ചെയ്ത്, അതിപ്പോൾ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രോൺ അയച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു മിസൈൽ അയച്ചുകൊണ്ടോ, എന്നിട്ട് ന്യായം പറയും അബദ്ധം പറ്റിയതാണ് എന്ന് ന്യായം പറഞ്ഞ് ചെയ്തിട്ട് ഇതിനോട് അമേരിക്കയും നാറ്റോ സഖ്യരാജ്യങ്ങളും ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എന്നറിയണം റഷ്യക്ക്. കാരണം നാറ്റോയിൽ ഇപ്പോൾ ഒരു ഭിന്നിപ്പ് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അമേരിക്ക ട്രംപിന്റെ ചില ഇടപെടലുകൾ മൂലം പല രാജ്യങ്ങളിൽ ചിലരെ ട്രംപിനെ ഇപ്പോഴും കണ്ണടച്ച് പിന്തുണയ്ക്കുകയും സൗഹൃദം തുടരുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ മറ്റ് നാറ്റോയിലെ മറ്റു പല രാജ്യങ്ങളും ട്രംപിന്റെ പല നടപടികളിൽ സ്വതന്ത്രമായ നിലപാടെടുക്കുന്നു. അപ്പോൾ നാറ്റോയിലൊരു ഭിന്നതയുള്ള സ്ഥിതിക്ക് ഈ ഒരു പുതിയ വിഷയമുണ്ടായാൽ ഇവരെല്ലാവരും കൂടി ഒന്നിക്കുക. കാര്യം നാറ്റോ സഖ്യ രൂപീകരണത്തിന്റെ ആർട്ടിക്കിൾ 5 പ്രകാരം ആ സഖ്യ രാജ്യങ്ങളിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ അത് എല്ലാ രാജ്യങ്ങൾക്കെതിരെയുള്ള ആക്രമണമായി കരുതുകയും അതിനെതിരെ നടപടിയെടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇതില് ഭരണഘടന, ഈ നാറ്റോയുടെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്താൽ എങ്ങനെ പ്രതികരിക്കും? അതുകൊണ്ട് ഒരു സാമ്പിൾ, മുമ്പ് ഈ ഉക്രൈൻ റഷ്യ സംഘർഷം നടക്കുന്നതിനിടയിൽ റഷ്യയുടെ യുദ്ധവിമാനങ്ങൾ പോളണ്ടിന്റെ വ്യോമാതിർത്തി ലംഘിച്ച് അകത്തോട്ട് കടന്നിരുന്നു. അത് ആ രീതിയിൽ ഒരു സംഘർഷത്തിലേക്ക് പോയില്ല. പോളണ്ട് ആ പ്രദേശത്ത്, അവരുടെ അതിർത്തി പ്രദേശത്തൊക്കെ അവരുടെ സൈനിക വിന്യാസം വർദ്ധിപ്പിക്കുകയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് റഷ്യ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണെന്നൊക്കെ പറഞ്ഞ ഭാവേന ഇതേപോലെ ഒരു ഡ്രോൺ അയച്ചുകൊണ്ടോ ഒരു മിസൈലിന്റെ GPS തെറ്റി വന്നതാണെന്നൊക്കെ ന്യായം പറഞ്ഞ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ളൊരു സാധ്യത മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. പഴയ സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയന്റെ അതിൽ നിന്ന് പിരിഞ്ഞുപോയ കുറെ രാജ്യങ്ങളുണ്ടല്ലോ, ആ രാജ്യങ്ങളെയെല്ലാം നിലവിലെ റഷ്യയോടൊപ്പം കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് പുടിന്റെ അജണ്ട. അപ്പോൾ ചോദിക്കും, പോളണ്ട് പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു? അല്ല. പക്ഷേ പോളണ്ട് സോവിയറ്റ് യൂണിയന്റെ ഒരു സാറ്റലൈറ്റ് രാജ്യമായിരുന്നു. പോളണ്ടിൽ ഒരു സാറ്റലൈറ്റ് ഭരണമാണ് നടന്നുകൊണ്ടിരുന്നത്. റഷ്യ എന്താണോ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണ് ഒരു 10-30 വർഷക്കാലം പോളണ്ടിൽ ഉണ്ടായിരുന്നത്. 1989 വരെ, 47 മുതൽ 89 വരെ റഷ്യ എന്താണോ ആഗ്രഹിച്ചത് അതിന്റെ കാർബൺ കോപ്പി തന്നെയാണ് ഇവിടെ നടന്നത്. പിന്നീട് പോളണ്ടിൽ ഒരു ജനകീയമായ തൊഴിലാളി വിപ്ലവം, അതിനെ സോളിഡാരിറ്റി എന്നാണ് പറയുക. അപ്പൊ അതിനുശേഷം പുതിയൊരു ഭരണകൂടം വരികയും അപ്പോഴും അതിനു മുമ്പ് റഷ്യയുമായിട്ട് ചെറിയ സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇനി റഷ്യ ഞങ്ങളെ ആക്രമിക്കാൻ വരരുത്. അപ്പോൾ അതിന് 89 പോളണ്ടിൽ അധികാരമാറ്റം ഉണ്ടായി. 91 സോവിയറ്റ് യൂണിയൻ വിഘടിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഇനി ഞങ്ങൾക്കൊരു ഭീഷണി ഉണ്ടാകരുതെന്ന് പറഞ്ഞിട്ടാണ് അവര് നാറ്റോ സഖ്യരാജ്യമാകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും റഷ്യയുമായിട്ട് ഒരു സംരക്ഷണ ആവരണം അവർ സ്വയം സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇനി ഇവിടെ ഈ പോളണ്ട് എന്ന് പറയുന്ന നിലവിൽ റഷ്യയുമായിട്ട് ഒരു അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല. കാരണം പഴയ സോവിയറ്റ് യൂണിയൻ വിഘടിച്ചു പോയപ്പോൾ പഴയ റഷ്യയുടെ ഭാഗമായിരുന്ന ലാത്വിയ, അതേപോലെ തന്നെ ഇപ്പൊ മുമ്പ് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നപ്പോൾ അതിന്റെ ഭാഗമായിരുന്ന ലിത്വാനിയ, അതേപോലെ തന്നെ ബെലാറസ്, ഇതൊക്കെ ഇപ്പോൾ സ്വതന്ത്ര രാജ്യമായിട്ട് നിൽക്കുന്നു. അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ പഴയ റഷ്യയും ഇപ്പോഴത്തെ റഷ്യയും പോളണ്ടുമായിട്ട് രണ്ട് രാജ്യങ്ങളുടെ വ്യത്യാസമുണ്ട്. രണ്ട് രാജ്യം അപ്പുറത്തുമായിട്ട് നിൽക്കുന്നു.
അപ്പോൾ നേരിട്ട് അതിർത്തി പങ്കിടുന്നില്ല പോളണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഭീഷണിയല്ല. പക്ഷേ ഈ പോളണ്ടിന്റെ തൊട്ടടുത്ത് തന്നെ പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന, എന്നാൽ ഇപ്പോഴും റഷ്യ കൈവശം വച്ചിരിക്കുന്ന ഒരു സൈനിക താവളമുണ്ട്. പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന, പിന്നീട് ഈ രാജ്യങ്ങളൊക്കെ സ്വതന്ത്രമായി പോയപ്പോഴും ഇപ്പോഴും റഷ്യയുടെ കൈവശം തന്നെ ഉള്ള ഒരു സൈനിക താവളം, അതിന്റെ പേര് കലിൻഗ്രാഡ് എന്നാണ്. അത് ഈ പോളണ്ടുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. റഷ്യക്ക് നേരിട്ട് ബന്ധമില്ലെങ്കിൽ ഈ കലിൻഗ്രാഡും റഷ്യയുമായിട്ട് ഏതാണ്ട് 360 കിലോമീറ്റർ ദൂര വ്യത്യാസമുണ്ട്. ഈ കലിൻഗ്രാഡിന്റെ ഒരു അതിർത്തി എന്ന് പറയുന്നത് ബാൾട്ടിക് കടലാണ്. അപ്പൊ ആ കടലിന്റെ അപ്പുറത്താണ് റഷ്യ ഉള്ളത്. അപ്പൊ ആ കടലിലൂടെ 360 കിലോമീറ്റർ സഞ്ചരിച്ച് വന്നാലേ ഇവിടെ എത്തുള്ളൂ. അപ്പൊ ഈ സൈനിക താവളം ഈ പോളണ്ടിന്റെ തൊട്ടടുത്തുണ്ട് എന്ന് പറയുമ്പോൾ പോളണ്ട് ഏത് വിധം റഷ്യക്ക് വേണമെങ്കിൽ സൈനികമായിട്ട് ഇടപെടാനുള്ള സാധ്യതയുണ്ട് നമുക്ക് മനസ്സിലാക്കണം. ഇനി ഈ പോളണ്ടും തൊട്ടപ്പുറത്തുള്ള രാജ്യമായ ലിത്വാനിയ, ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വേർതിരിക്കുന്ന ഒരു അതിർത്തി പ്രദേശമുണ്ട്. ആ അതിർത്തി പ്രദേശത്തിന്റെ പേര് സുവാൽക്കി ഗ്യാപ്പ് എന്നാണ്. ഈ സുവാൽക്കി ഗ്യാപ്പ് എന്ന് പറയുന്ന ആ പേര് വരാൻ തന്നെ കാരണം പോളണ്ടിലെ ഒരു നഗരമാണ് സുവാൽക്കി എന്ന് പറയുന്നത്. അപ്പൊ ആ പേരാണ് ഇതിന് വന്നത്. അപ്പൊ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി പ്രദേശമായ ഈ ഒരു വേണമെങ്കിൽ ഒരു നാട പോലെ കിടക്കുന്ന ഒരു പ്രദേശം 100 കിലോമീറ്റർ നീളമുണ്ട് ആ പ്രദേശത്തിന്. അതിന്റെ വീതി എന്ന് പറയുന്നത് ചിലയിടത്ത് 60 കിലോമീറ്റർ വരെയാണെങ്കിൽ ചിലയിടത്ത് 100 കിലോമീറ്റർ വരെയുണ്ട്. ഈ പറയുന്ന മേഖലയിൽ, ഈ സുവാൽക്കി ഗ്യാപ്പില് പോളണ്ടിലെയും അതേപോലെ തന്നെ ലിത്വാനിയയിലെ ആളുകൾ താമസിക്കുന്നുണ്ട്. രണ്ട് ഭാഗങ്ങൾ, തെക്കും വടക്കുമായിട്ട് രണ്ട് കൂട്ടരും താമസിക്കുന്നുണ്ട്. അപ്പൊ ഇവര് കൃത്യമായി ഇത് ഏത് രാജ്യക്കാരാണ് എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കുക. അല്ലാതെ ഈ അതിർത്തി പ്രദേശത്തുള്ള ഒരു പ്രത്യേക ജീവിതക്രമമാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്തിന്റെ പരമാധികാരത്തിന് കീഴിൽ എന്ന് പറയണമെങ്കിൽ രണ്ട് രാജ്യത്തിനും തുല്യ അവകാശമുള്ള ഒരു സ്ഥലം. അപ്പൊ ഈ അപ്പുറത്തും ഇപ്പുറത്തും പോളണ്ടും ലിത്വാനിയും ഉള്ളപ്പോ ഇതിന്റെ ഒരറ്റത്ത് ഉള്ളത് റഷ്യയുടെ സൈനിക താവളവും ഇപ്പുറത്തെ അറ്റത്തുള്ളത് റഷ്യയുമായിട്ട് ചങ്ങാത്തത്തിലുള്ള ബെലാറസുമാണ്. ഈ ലിത്വാനിയ എന്ന് പറയുന്ന സ്ഥലം റഷ്യക്കകത്തുള്ളതാണോ? അല്ല, ലിത്വാനിയ എന്ന് പറയുന്നത് പഴയ സോവിയറ്റ് യൂണിയൻ ഇപ്പൊ സ്വതന്ത്ര രാജ്യമായിട്ട് ആ ലിത്വാനിയയും പോളണ്ടും കൂടി വേർതിരിക്കുന്ന ഒരു അതിർത്തി പ്രദേശം, ഒരു എന്താ പറയാ ബോർഡർ എന്ന് വേണമെങ്കിൽ പറയാം. അതിനെയാണ് നമ്മൾ ഈ നമ്മുടെ സുവാൽക്കി ഗ്യാപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായി. അപ്പൊ ഇതിന്റെ ഒരു തുടക്കം റഷ്യയുടെ നേരത്തെ പറഞ്ഞ കലിൻഗ്രാഡ് എന്ന് പറയുന്ന സൈനിക താവളവും അതാണ് അവസാനിക്കുന്നത് നമ്മുടെ റഷ്യയുമായിട്ട് സൈനിക സഹകരണമൊക്കെ ഉള്ള ബെലാറസ് എന്ന് പറയുന്ന രാജ്യവുമായിട്ടാണ്. അപ്പൊ ഇവർക്ക് രണ്ടുപേരും കൂടി പരസ്പരം ബന്ധപ്പെടണമെങ്കിൽ ഈ പറയുന്ന ഈ പ്രദേശം മുഴുവൻ റഷ്യക്ക് പിടിച്ചെടുക്കണം. അപ്പൊ ഇനി ഒരു യുദ്ധം ഉണ്ടായാൽ റഷ്യ ആദ്യം ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സുവാൽക്കി ഗ്യാപ്പ് അവർ പിടിച്ചെടുക്കും. മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ മറ്റ് ചില നാറ്റോ സഖ്യ രാജ്യങ്ങൾ കൂടിയുണ്ട്. അതിന്റെ പേര് ലിത്വാനിയ, ലാത്വിയ, എസ്റ്റോണിയ. ഈ 3 രാജ്യങ്ങൾക്ക് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ നാറ്റോ സഖ്യ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടാനായിട്ടുള്ള ഒരു പാത തന്നെ ഇല്ലാണ്ടായി പോകും. അത് റഷ്യയുടെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ പുടിൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ സുവാൽക്കി ഗ്യാപ്പ് കൈയടക്കാനാണോ എന്നൊരു ചർച്ചയും ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ഏതായാലും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ കരുതേണ്ടത് ഈ നാറ്റോ രാജ്യങ്ങളിൽ ഇടപെടണം എന്നും കൂടെ കരുതിയിട്ടാണോ ഈ വെറുതെ ഒന്ന് ചൊറിയാൻ ചെല്ലുമ്പോൾ ബാക്കിയുള്ളവർ? അല്ല, അത് ഓൾറെഡി ചൊറിയുന്നുണ്ടല്ലോ, ഉക്രൈനിൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ ആ പരിപാടി നടക്കുമ്പോൾ തന്നെയാണ് ഈ നാറ്റോ സഖ്യ രാജ്യങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളത്. അപ്പൊ പുതിയൊരു സാഹചര്യം വന്നാൽ, മുമ്പ് പോളണ്ടിൽ ഇതേപോലെ വ്യോമാതിർത്തി ലംഘിച്ച് റഷ്യൻ വിമാനം പോയപ്പോ അവിടെ പോളണ്ടിന്റെ അതിർത്തി മേഖലകളിലോട്ടൊക്കെ നാറ്റോ സൈനിക വിന്യാസമൊക്കെ വന്നിരുന്നു. അതേ അളവിൽ അതേ തോതിൽ തന്നെ ഇപ്പോഴും ഉണ്ടാകുമോ, പ്രത്യേകിച്ച് ട്രംപുമായിട്ടൊക്കെ വലിയ അഭിപ്രായ വ്യത്യാസം ഉള്ളപ്പോൾ എന്ന് മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഉക്രൈനുമായിട്ടുള്ള യുദ്ധം ഏതാണ്ട് 5 വർഷത്തോളം നടന്ന യുദ്ധത്തിന് ശേഷം റഷ്യയില് ഇപ്പോ പുടിൻ വലിയ ഏകാധിപതിയാണ്, എതിരഭിപ്രായങ്ങൾ അടിച്ചമർത്തുന്ന ഒരാളാണ്, പ്രതിപക്ഷം എന്ന് പറയുന്ന നാമമാത്രമാണ് എന്ന് പറയുമ്പോൾ പോലും പൊതുജനം എന്ന് പറയുന്നവർ റഷ്യയിൽ വലിയ അസ്വസ്ഥരാണ്. അവിടെ സാമ്പത്തിക അരക്ഷിതാവസ്ഥയുണ്ട്, നിരന്തരമായ യുദ്ധത്തെ തുടർന്ന്, ഉപരോധങ്ങളെ തുടർന്ന്. അപ്പൊ ഇനി പുടിൻ ഉദ്ദേശിക്കുന്നത് ഈ രാജ്യത്തിനകത്തുള്ള ഇത്തരം ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ഒരു ശ്രദ്ധ തിരിക്കണമെങ്കിൽ മറ്റൊരു യുദ്ധമുഖം തുറക്കുക എന്നുള്ളൊരു തന്ത്രമാണോ, ഇതും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരം, ഏതായാലും ഒരു സമ്പൂർണമായൊരു യുദ്ധം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.